ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ ഇൻ ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിളിലൂടെ അത് മനസ്സിലാക്കാം. ക്വസ്റ്റ്യൻ: ഫൈൻഡ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇഫ് 2x³ മൈനസ് 3y² ഈക്വൽ ടു 7. ഇത് ഇംപ്ലിസിറ്റ് ഫോമിലാണ് തന്നിട്ടുള്ളത്. y എന്നുള്ളത് ഇംപ്ലിസിറ്റ്ലി ഡിഫൈൻസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. ദെൻ dy ബൈ ഡി എക്സ് കാണാനുള്ള മെത്തേഡ് പ്രീവിയസ് ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. രണ്ട് സൈഡും വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ 2 ഇൻറ്റു x³ ഡെറിവേറ്റീവ് 3x² ആണ്. സോ 6x² എന്ന് കിട്ടും. മൈനസ് 3 ഇൻറ്റു y² ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y 2y dy ബൈ ഡി എക്സ്. y ടേംസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് അവിടെ ഒരു dy ബൈ ഡി എക്സ് കൂടി. 7 ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 0. ദെൻ ഇവിടെ 6 മൈനസ് 6y dy ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് 6x². ദെൻ 6 ക്യാൻസൽ ചെയ്യാവുന്നതാണ്, മൈനസും ക്യാൻസൽ ചെയ്യാവുന്നതാണ്. dy ബൈ ഡി എക്സ് ഈക്വൽ ടു x² ബൈ y. സോ dy ബൈ ഡി എക്സ് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. d² y ബൈ ഡി എക്സ് സ്ക്വയർ ആണ്. ഇതൊന്നും കൂടി നൊട്ടേഷൻസ് ഒന്ന് എളുപ്പമാവാൻ വേണ്ടിയിട്ട് dy ബൈ ഡി എക്സിനെ ഞാൻ y' എന്ന് വിളിക്കുന്നു. സോ y' ഈക്വൽ ടു x² ബൈ y. പ്രൈം നൊട്ടേഷൻ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി ഇതിൽ നിന്നും y" ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതും വീണ്ടും വിത്ത് റെസ്പെക്ട് ടു എക്സ് രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് വേണ്ടത്. ഇപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിലൊക്കെ ഒരു ഫംഗ്ഷൻ ഉള്ളത് കൊണ്ട് ഒന്നും കൂടി നല്ലത് ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ y ഇൻറ്റു y' ഈക്വൽ ടു x². ഇനി രണ്ട് സൈഡും വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ y എന്നുള്ളത് ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്, y' എന്നുള്ളതും ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. സോ നമുക്ക് അവിടെ പ്രൊഡക്റ്റ് റൂൾ വേണം. അപ്പോൾ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y ഇൻറ്റു y' വിത്ത് റെസ്പെക്ട് ടു എക്സ്, അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ y" ആണ്. ഓക്കെ, സോ y ഇൻറ്റു y" മൈനസ് പ്ലസ് y' ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞാൽ y' ആണ്. സോ y' ഇൻറ്റു y' ഈക്വൽ ടു x² ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 2x. ഒന്നും കൂടി പറയാം, ഇവിടെ yയും ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്, y' ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. പ്രൊഡക്റ്റ് റൂൾ ആവശ്യമുണ്ട്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ y' ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ y". ഇനി y' ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞാൽ dy ബൈ ഡി എക്സ്, അതായത് y'. ഓക്കെ, ഈക്വൽ ടു 2x. ഇനി y" വരുന്ന ടേം മാത്രം ഇവിടെ നിർത്തുക. ബാക്കിയുള്ളത് ഇത് y' ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ 2x മൈനസ് y' ഹോൾ സ്ക്വയർ. y' ഇൻറ്റു y', സ്ക്വയർ, എക്സ് ഇൻറ്റു x² എന്ന് പറയുന്ന പോലെ. ഇനി y" മാത്രം അവിടെ നിർത്തുന്നു. y" ഈക്വൽ ടു 2x മൈനസ് y' ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ y. ഇനി നമുക്ക് നോക്കാം, ഇവിടെ y' പകരം ഇതാണ് നമ്മുടെ y', x² ബൈ y എന്നുള്ളത് റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇത് സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യാം. 2x ബൈ y മൈനസ് y' ഹോൾ സ്ക്വയർ ബൈ y. കൂടുതൽ കോംപ്ലിക്കേഷൻ ആക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്തത് ഇപ്പോൾ തന്നെ. ഇപ്പോൾ ഇവിടെ ഈ ടൈമിൽ 2x ബൈ y മൈനസ് y' പകരം ഈ പറഞ്ഞത് കൊടുക്കുക, x² ബൈ y ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ y. അപ്പോൾ 2x ബൈ y മൈനസ് x² സ്ക്വയർ x⁴ ബൈ y². ഇത് a ബൈ ബി ബൈ സി, ഈ ഒരു ഫോർമാറ്റിലാണ് a ബൈ ബി ബൈ സി. അത് a ബൈ ബി സി ആണ്. സോ ഇത് വരുന്നത് ഡിനോമിനേറ്ററിലാണ്. അപ്പോൾ ഇൻറ്റു y. അപ്പോൾ നമുക്ക് 2x ബൈ y മൈനസ് x⁴ ബൈ y³ എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് y", അതായത് d² y ബൈ dx².
നമുക്ക് വേറൊരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. ഓക്കെ, ഫൈൻഡ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ തന്നെയാണ് ക്വസ്റ്റ്യൻ. എക്സ് വൈ പ്ലസ് വൈ ക്യൂബ് ഈക്വൽ ടു 7. ഓക്കെ, അപ്പോൾ ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് രണ്ട് സൈഡും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടി എക്സ് സ്ക്വയറിൻ്റെ 2x, ഇവിടെ പ്രൊഡക്റ്റ് റൂൾ ആവശ്യമുണ്ട്. എക്സ് ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ്, അതായത് വൈ ഡാഷ് പ്ലസ് വൈ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 തന്നെയാണ്. അപ്പോൾ അത് വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. വൈ ക്യൂബിൻ്റെ 3y സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്, അതായത് വൈ ഡാഷ് ഈക്വൽ ടു 0. ഇനി വൈ ഡാഷ് വരുന്നത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2x മൈനസ് എക്സ് വൈ ഡാഷ് മൈനസ് വൈ പ്ലസ് 3y സ്ക്വയർ വൈ ഡാഷ് ഈക്വൽ ടു 0. വൈ ഡാഷ് വരുന്ന ടേംസ് മാത്രം ഇവിടെ നിർത്തുന്നു. 3y സ്ക്വയർ വൈ ഡാഷ് മൈനസ് എക്സ് വൈ ഡാഷ് ഈക്വൽ ടു വൈ മൈനസ് 2x. ഞാൻ പോസിറ്റീവ് ടൈം ആദ്യം എഴുതിയെന്ന് മാത്രം. മൈനസ് 2x മൈനസ് വൈ അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് വൈ ആവും. മൈനസ് 2x പ്ലസ് വൈ, അത് വൈ മൈനസ് 2x എന്ന് എഴുതി. ദെൻ ഇതിൽ നിന്നും കോമൺ ആയിട്ട് വൈ ഡാഷ് എടുക്കുമ്പോൾ വൈ ഡാഷ് ഇൻറ്റു 3y സ്ക്വയർ മൈനസ് എക്സ് ഈക്വൽ ടു വൈ മൈനസ് 2x. സോ വൈ ഡാഷ് ഈക്വൽ ടു വൈ മൈനസ് 2x ഡിവൈഡഡ് ബൈ 3y സ്ക്വയർ മൈനസ് എക്സ്. ഇനി സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കാണാൻ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ ഒന്നുകൂടി നല്ലത് ഇത് ഈ ഒരു ഫോർമാറ്റിൽ എഴുതിയിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതാണ്. ഞാൻ ഇവിടെ നിന്നും കണ്ടിന്യൂ ചെയ്യുന്നു. അവിടെ 3y സ്ക്വയർ, അതല്ലെങ്കിൽ അങ്ങനെ തന്നെ നിന്നാൽ മതി. അവിടെ നമ്മൾ അതൊരു ടൈമായിട്ട് എടുക്കാം. ഡിഫറൻഷ്യൽ അഗെയിൻ both sides with respect to x. വീണ്ടും ഇവിടെ നിന്നാണ് ഇതിങ്ങനെ ഇട്ട് ചെയ്യുമ്പോൾ കോഷ്യൻ റൂൾ ആവശ്യമുള്ളത് കൊണ്ടാണ് ഇവിടെ നിന്നും കണ്ടിന്യൂ ചെയ്യുന്നത്. അവിടെ നോക്കാം, വൈ ഡാഷ് ഒരു ഫസ്റ്റ് ടേം ആയിട്ടും ഇത് സെക്കൻഡ് ടേം ആയിട്ടും കൺസിഡർ ചെയ്യാം. സോ വൈ ഡാഷ് ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 3 ഇൻറ്റു വൈ സ്ക്വയറിൻ്റെ 2y ഇൻറ്റു വൈ ഡാഷ് ആണ്. സോ 3 ഇൻറ്റു 2y ഇൻറ്റു വൈ ഡാഷ് മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് മൈനസ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു വൈ ഡാഷിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ അത് വൈ ഡബിൾ ഡാഷ് ആണ്, ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല. ഈക്വൽ ടു വൈയുടെ ഡെറിവേറ്റീവ് വൈ ഡാഷ് ആണ്, ഡി വൈ ബൈ ഡി എക്സ് ആണ്. 2xൻ്റെ ഡെറിവേറ്റീവ് 2 ആണ്. സോ -2. പിന്നെ ഇവിടെ സിംപ്ലിഫൈ ചെയ്യാവുന്നതാണ്. ഇവിടെ 6y വൈ ഡാഷ് ഇൻറ്റു വൈ ഡാഷ് വൈ ഡാഷിൻ്റെ സ്ക്വയർ ആണ്, മൈനസ് 1 ഇൻറ്റു വൈ ഡാഷ് മൈനസ് വൈ ഡാഷ് പ്ലസ് 3x സ്ക്വയർ 3y സ്ക്വയർ മൈനസ് എക്സ് ഇൻറ്റു വൈ ഡബിൾ ഡാഷ് ഈക്വൽ ടു വൈ ഡാഷ് -2. ഇനി വൈ ഡാഷ് ഇവിടെ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വൈ ഡബിൾ ഡാഷുള്ള ടേംസിൽ നിന്നും വൈ ഡബിൾ ഡാഷ് കോമൺ ആയിട്ട് എടുത്താൽ വീണ്ടും ഇവിടെ തന്നെ എത്തും. അതുകൊണ്ടാണ് അതങ്ങനെ ഓപ്പൺ ചെയ്യാണ്ടിരുന്നത്. ഇനി 3y സ്ക്വയർ മൈനസ് എക്സ് ഇൻറ്റു വൈ ഡബിൾ ഡാഷ് ഈക്വൽ ടു വൈ ഡാഷ് -2 മൈനസ് 6y വൈ ഡാഷിൻ്റെ സ്ക്വയർ പ്ലസ് വൈ ഡാഷ്. അപ്പോൾ ഇത് ഇവിടുത്തെ ടേം അതുപോലെ തന്നെ വൈ ഡബിൾ ഡാഷ് ഈക്വൽ ടു ഇവിടെ വൈ ഡാഷ് പ്ലസ് വൈ ഡാഷ് 2y ഡാഷ് -2 ഇൻറ്റു 6y വൈ ഡാഷിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3y സ്ക്വയർ മൈനസ് എക്സ്. ഇനി
വൈ ഡാഷിന് പകരം നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ളത് റീപ്ലേസ് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയെന്ന് മാത്രം 2 ഇൻറ്റു വൈ ഡാഷിൻ്റെ പകരം y മൈനസ് 2x ഡിവൈഡഡ് ബൈ 3y² മൈനസ് എക്സ് മൈനസ് 2 ഇൻറ്റു -1 മൈനസ് 6 ഇൻറ്റു y ഇൻറ്റു വൈ ഡാഷിൻ്റെ സ്ക്വയർ പറയുമ്പോൾ y മൈനസ് 2x ബൈ 3y² മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3y² മൈനസ് എക്സ്. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ഒന്നും വരില്ല. ജസ്റ്റ് ആർബിട്രറി ആയിട്ടൊരു പ്രോബ്ലം മനസ്സിൽ നിന്നെടുത്ത് ചെയ്തതാണ്. ഇവിടെ വേണമെങ്കിൽ LCM ഒക്കെ എടുത്ത് സിംപ്ലിഫൈ ചെയ്യാവുന്നതാണ്. സിംപ്ലിഫൈ ചെയ്യാൻ നിൽക്കുമ്പോൾ y മൈനസ് 2x ബൈ 3y² മൈനസ് എക്സ് മൈനസ് 2 ഇൻറ്റു 6y മൈനസ് 2x ദ ഹോൾ സ്ക്വയർ ഇവിടെ 3y² മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ all divided by 3y² minus x. then ഇവിടെ എല്ലാറ്റിൻ്റെയും കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് 3y² മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ആക്കുമ്പോൾ ഇവിടെ 2 ഇൻറ്റു y മൈനസ് 2x ഇൻറ്റു 3y² മൈനസ് എക്സ് ഇവിടെ 2 ഇൻറ്റു 3y² മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ മൈനസ് 6y ഇൻറ്റു y മൈനസ് 2x ദ ഹോൾ സ്ക്വയർ then all divided by 3y² മൈനസ് എക്സും കൂടിയും വരും. അപ്പോൾ അവിടെ അത് ഡിനോമിനേറ്ററിലാണ് വരിക. ഇവിടെ ക്യൂബാവും. ബാക്കി സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇങ്ങനെയാണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ്റെ ഭാഗത്ത് ചെയ്യേണ്ടത്.